സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം. എങ്ങനെയെങ്കിലും ലൈസൻസ് എടുത്തു കൊടുക്കുക എന്നതല്ല ഡ്രൈവിംഗ് സ്കൂളുകളുടെ ചുമതലയെന്ന് മുഖ്യമന്ത്രി. ലൈസൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ വെല്ലുവിളിച്ചതുകൊണ്ടാണ് KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് എന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും പറഞ്ഞു. ഡ്രൈവിംഗ് സ്കൂളിൽ പ്രത്യേക സിലബസ് ഉണ്ടാകും. 23 സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കും. കുറഞ്ഞ നിരക്കിലായിരിക്കും KSRTC ഡ്രൈവിംഗ് സ്കൂളുകളിൽ പരിശീലനം ലഭ്യമാക്കുക. AK സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, അങ്ങനെ ഒരു പുതിയൊരു കാൽവയ്പ് നടത്തുകയാണ് KSRTC. ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നു. മുഖ്യമന്ത്രി ഇതിനെ അനുമോദിച്ചുകൊണ്ട് ഒപ്പം നിലവിലെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ നിലപാടുകൾ, സമീപനത്തെ എങ്ങനെയാണ് വിമർശിക്കുന്നത്? പ്രജീഷ്, മന്ത്രി KB ഗണേഷ് കുമാർ മന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷമാണ് ഈ ഡ്രൈവിംഗ് പരിഷ്കരണം നടപ്പാക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. അതിന് പിന്നാലെ വലിയ പ്രതിഷേധം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഭാഗത്തു നിന്നും വന്നിരുന്നു. അതിൻ്റെ കാരണങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാം. പല വാഹനങ്ങളുടെ രൂപമാറ്റം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാലാവധി, അതൊക്കെ ആയി ബന്ധപ്പെട്ട് അവർക്കെല്ലാം തന്നെ വലിയ എതിർപ്പുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ പാഠം പഠിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു KSRTCയുടെയും ഗതാഗത വകുപ്പിൻ്റെയും ഒരു നീക്കം. അതുകൊണ്ടാണ് KSRTCയുടെ ഭാഗത്തു നിന്ന് ഡ്രൈവിംഗ് സ്കൂളിൽ തുടങ്ങാനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിനുശേഷം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പുതിയ വാഹനവും KSRTC വാങ്ങിയിരുന്നു. അത് അട്ടക്കുളങ്ങരയിലെ KSRTCയുടെ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രത്തിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അതിന് പിന്നാലെ ഇന്ന് ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഉദ്ഘാടനം, അതായത് ആദ്യഘട്ടത്തിൽ ആനയറയിലെ സ്വിഫ്റ്റ് ആസ്ഥാനത്താണ് ഈ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രം തുടങ്ങുന്നത്. അതിന് പിന്നാലെ ഏറ്റവും പെട്ടെന്ന് തന്നെ 14 ഇടങ്ങളിൽ ഡ്രൈവിംഗ് പരിശീലനത്തിന് ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങും. അതിന് ശേഷം 23 ഇടങ്ങളിൽ സംസ്ഥാനത്തൊട്ടാകെ ഇത് തുടങ്ങാനുള്ള നീക്കമാണ് നടക്കുന്നത്. മൊത്തത്തിൽ നേരത്തെ മറ്റ് സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകളിൽ അപേക്ഷിച്ച് നിരക്ക് കുറവാണ് എന്നുള്ളതാണ് ഏറെ ഒരു പ്രത്യേകത ഉള്ള കാര്യം. 9,000 രൂപയാണ് കാറും അതോടൊപ്പം തന്നെ വലിയ വാഹനങ്ങളും പഠിക്കുന്നതിന് വേണ്ടിയുള്ള തുക. കാറും ബൈക്കും ഒന്നിച്ച് പഠിക്കുന്നെങ്കിൽ അതിന് 11,000 രൂപ മാത്രമേ ഉള്ളൂ. മറ്റ് സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകളെ അപേക്ഷിച്ച് ഇത് വളരെ നിരക്ക് കുറവാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും മന്ത്രി KB ഗണേഷ് കുമാറും വലിയൊരു വിമർശനം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നുണ്ട്. കാരണം അവരുടെ ഈ ഒരു പ്രതിഷേധവും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് അടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യവുമൊക്കെയാണ് ഇത്തരത്തിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ KSRTC പ്രേരിപ്പിച്ചതെന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിലും അതോടൊപ്പം തന്നെ ഡ്രൈവിങ്ങിലും ഉള്ള പ്രശ്നങ്ങൾ, ന്യൂനതകളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് ഡ്രൈവിംഗ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക, നല്ല ഗുണമേന്മയുള്ള നല്ല ഡ്രൈവർമാരെ സൃഷ്ടിക്കുക എന്നതാണ് KSRTC ഡ്രൈവിംഗ് സ്കൂളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രിയും പറയുന്നു. ശരി, AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്.